ഇവിടെ പ്രസംഗിച്ചൊരു മൗലവി മഹാനായ സുൽത്താനുൽ ഉലമയുടെ ക്ലിപ്പൊക്കെ ഇട്ടിട്ട് പറയാണ്, എന്താ പറയണത് നിങ്ങള്? അള്ളാഹുവിന്റെ ഖുർആനിനെതിരാണ്, 10 കാര്യങ്ങൾ ഖുർആനിനെതിരാന്ന് പറഞ്ഞു വഹാബി മൗലവി ഇവിടെ പ്രസംഗിക്കുകയാണ്. പക്ഷേ ആ പ്രസംഗങ്ങളിലൂടെ മൗലവി ഈ സമുദായത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? മൗലവി പറഞ്ഞതുപോലെ ഖുർആനിന്റെ പ്രതല വായന നടത്തി മഹാന്മാർക്ക് മറഞ്ഞതറിയുമെന്ന വിശ്വാസം ഖുർആനിനെതിരാണ് എന്ന് വന്നാൽ ഖുർആനിൽ വൈരുദ്ധ്യമായ ആയത്തുകളുണ്ട് എന്ന മെസ്സേജ് ഈ ജനസാമാന്യത്തിന് നൽകുകയാണ് മൗലവി. ആദ്യം മൗലവി ആയത്തോതിയിട്ട് പറയണേ, മറഞ്ഞ ഗൈബ് അറിയുക എന്നത് ഔലിയാക്കൾക്കോ അമ്പിയാക്കൾക്കോ കഴിയുന്ന കാര്യമല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താ അറിയോ? ഗൈബിയായ കാര്യങ്ങൾ അല്ലാഹു അല്ലാത്ത ആർക്കും അറിയില്ല. മറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു അല്ലാത്ത ലോകത്തൊരു പടപ്പിനും, അത് ജിബ്രീലാകട്ടെ, മീകായിലാകട്ടെ, അതുപോലെ തന്നെ മലക്കുൽ മൗത്താകട്ടെ, അമ്പിയാക്കന്മാരാകട്ടെ, ഔലിയാക്കന്മാരാകട്ടെ, ആർക്കും ഗൈബിയായ കാര്യങ്ങൾ അറിയുകയില്ല. ഇത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചതാണെന്ന് മാത്രമല്ല, ഖുൽ നബിയെ നിങ്ങൾ ആളുകൾക്ക് പ്രഖ്യാപിച്ചു കൊടുക്കണം, ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്താ പഠിപ്പിക്കേണ്ടത്? ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശങ്ങളിലും ഭൂമിയിലും ഗൈബിയായ കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് മൗലവി ഖുർആൻ ഓതുന്നത്. എന്താണ് മൗലവി ഖുർആൻ ഓതിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മറഞ്ഞ കാര്യം അല്ലാഹു അറിയിച്ചു കൊടുക്കുന്ന അമ്പിയാ ഔലിയാക്കൾക്ക് അറിയൂല എന്ന് വരുത്താനാണ് ഈ ആയത്ത്. എന്നാൽ എല്ലാ അറിവിന്റെയും അധികാരി അള്ളയാണെന്ന് പഠിപ്പിക്കുകയാണ് ഈ ആയത്ത്. ആ ആയത്തിനെ അട്ടിമറിച്ച് അതിന്റെ പ്രതല വായന നടത്തി അത് ഗൈബറിയുന്നതിനെ കേവലമായി നിഷേധിക്കാൻ വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുമ്പോ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പറയാൻ ഈ സമുദായത്തിൽ അവസരമുണ്ടാക്കുകയാണ്. കാരണം മറഞ്ഞ കാര്യം അള്ളാഹ്ക്കല്ലാതെ അറിയില്ല എന്ന് ഖുർആനിൽ ഒരിടത്ത് അല്ലാഹു തആല പറയുമ്പോ അതേ ഖുർആനിൽ മഹാനായ ഈസാ അലൈഹിസ്സലാം മൗലവിയുടെ ഭാഷയിൽ അള്ളാഹിനെ വെല്ലുവിളിക്കുകയാണ്. ഒരു വലിയന് മറഞ്ഞ കാര്യം അറിയുമെന്ന് പറയുന്നത് ഖുർആനിനെ വെല്ലുവിളിക്കലാണെന്ന് പ്രസംഗിച്ച വഹാബികളെ, അത് ഖുർആനിനെതിരാണ് എന്ന് പ്രസംഗിച്ച വഹാബികളെ, എങ്കിൽ അള്ളാന്റെ ഖുർആനിൽ ഈസാ അലൈഹിസ്സലാം പറയുകയാണ്. എന്താണ് ഈസാ അലൈഹിസ്സലാം പറയുന്നത്? നിങ്ങളുടെ വീടിന്റെ ഉള്ളറകളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ച കാര്യങ്ങള്, നിങ്ങളുടെ വയറിന്റെ ഉള്ളറകളിലെ സ്വകാര്യതകള്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ വീടാകമെന്നോവർ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ വയറാകമെന്നോവർ. മുസ്ലിമീങ്ങളെ, ഇത് രണ്ടും വൈരുദ്ധ്യമല്ല. ഒന്ന് അള്ളാഹുവിന്റെ അധികാരമാണ്, അള്ളാഹുവിന്റെ അറിവിന്റെ അധികാരി അള്ളയാണ്. എന്നാൽ മറ്റത് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ്. ഇത് തന്നെയാണ് ഔലിയാക്കളെ വിഷയത്തിലും നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മഹാനായ CM വലിയുള്ളാഹി ഒരു ഗൈബ് പറഞ്ഞ വിഷയം പറയാൻ, അത് പറയുന്നത് ആരെങ്കിലും പറഞ്ഞത് കേട്ട് പറയല്ല, മഹാനായ ഉസ്താദിന്റെ അനുഭവം വെച്ച് പറയാൻ. ആ പറയുന്നത് ഖുർആനിനെതിരാണ് എന്നാ പറയുന്നത്. എന്നാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അമ്പിയാക്കളിൽ മുഅ്ജിസത്തിന്റെ ഭാഗമായി പ്രകടമാകുന്ന ഈ ഗൈബിയായ അറിവ് പോലെ ഔലിയാക്കളിൽ കറാമത്തായി ഇത് പ്രകടമാവുകയാണ്. ഇതൊരിക്കലും ഔലിയാക്കളിൽ ശിർക്ക് ആരോപിക്കലല്ല, അമ്പിയാക്കളിൽ ശിർക്ക് വെക്കലല്ല, അത് ഖുർആനിനെതിരുമല്ല. മൗലവി ഓതിയ ഖുർആൻ AP ഉസ്താദ് പറഞ്ഞതിനെതിരാണെങ്കിൽ, കറാമത്തിലൂടെ വൈബറിയുമെന്ന് പറഞ്ഞതിനെതിരാണെങ്കിൽ, മുഅ്ജിസത്തിലൂടെ വൈബറിയുമെന്ന് പറഞ്ഞ ഈസാ നബിയുടെ ആയത്ത് അത് ഖുർആനിൽ വൈരുദ്ധ്യത്തിന്റെ അടയാളമായി നാളെ നിരീശ്വരവാദികൾ തെളിവാക്കൂലേ വഹാബികളെ? ഈ ഉമ്മത്തിൽ നിന്ന് മതനിഷേധത്തിലേക്കും യുക്തിവാദത്തിലേക്കും പാലം പണിയുകയാണ് നിങ്ങളെ. മഹാനായ ഉസ്താദിന്റെ ക്ലിപ്പിട്ടുകൊണ്ട് മൗലവി അടുത്ത ക്ലിപ്പ് തുടരുകയാണ്. എന്നാൽ ഇവിടെ ചില ആളുകൾ അള്ളാഹുവിന്റെ വിശേഷണം അള്ളാഹുവിന് മാത്രം ബാധകമായ ഈ കാര്യം CM മടവൂരിന് വകവെച്ചു കൊടുക്കുകയാണ്. എന്നാലേ അള്ളാഹ്ക്ക് മാത്രം ബാധകമായ ചില വിശേഷണുണ്ട്, കേട്ടിട്ടില്ലേ വഹാബികളെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ വിശേഷണമാണ് റഹ്മാൻ, അള്ളാഹുവിന്റെ വിശേഷണമാണ് റഹീം. ആ റഹ്മാൻ റഹീം എന്ന വിശേഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശേഷിപ്പിച്ചാൽ അത് ഈ ഖുർആനിന്റെ ആയത്തിനെതിരാകുമോ വഹാബികളെ? ഖുർആനിന്റെ പ്രതല വായന നടത്തി പൗരാണിക ഇമാമുമാരെ കൈ
മുട്ടയൊഴിച്ച് ഡിക്ഷണറി വെച്ച് ഖുർആൻ വായിച്ച പുരോഹിതരെ, നിങ്ങൾ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പറയുന്നത്. കാരണം അല്ലാഹുവിനെ അല്ലാഹു വിശേഷിപ്പിച്ച റഹ്മാൻ റഹീം എന്ന വിശേഷണോ അതേ ഖുർആനിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടില്ലേ? ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹു നൽകിയ റഹീം എന്ന വിശേഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയത് സമസ്തയുടെ ബുക്കിലല്ല, മൗലവി ഖുർആനിലാണ്. ഈ ഉമ്മത്തിന് നിങ്ങൾ നൽകുന്ന മെസ്സേജ് ഖുർആനിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ്. ഈ ഉമ്മത്തിനെ നിങ്ങൾ ആട്ടിത്തളിക്കുന്നത് ആനക്കയം ജബ്ബാറിന്റെ മതനിഷേധത്തിലേക്കാണ്. നിങ്ങൾ ഗൗരവത്തോടെ മുസ്ലിം സമുദായം മനസ്സിലാക്കണോ? റഊഫ് എന്നത് അല്ലാഹുവിന്റെ വിശേഷണമാണ്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയത്. അതിനെ എല്ലാം സ്വാംശീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാഹു മുഅ്തിയന ഖാസിം ഖാല റസൂലുള്ളാഹി. അള്ളയാണ് നിയന്താവ്, അള്ളയാണ് നൽകുന്നവൻ, അള്ളയാണ് സൃഷ്ടിക്കുന്നവൻ, അള്ളയാണ് അധികാരി, ഞാൻ അതിന്റെ സപ്ലയർ ആണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാം ഈ അർത്ഥത്തിൽ ഇമാമുമാരിലൂടെ വായിക്കണം. എന്നാൽ അതിനു പകരമായി ഖുർആനിനെ ഡിക്ഷണറി വെച്ച് വായിച്ചപ്പോ വഹാബികൾക്ക് ഖുർആനിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, CM മടവൂര് മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയുന്നു. അതാ മൗലവി, നമ്മളൊക്കെ മനസ്സിന്റെ പുറത്തുള്ളത് കാണുന്നുണ്ടല്ലോ, എന്താ പൈല അജബ്? നിനക്കും എനിക്കും അങ്ങനെ ഒരു കഴിവുണ്ടോ? അള്ളാഹു എനിക്കും നിനക്കും കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യമായതിന് കഴിവ് തന്നതുകൊണ്ട് അത് കണ്ടു. ഔലിയാക്കൾക്ക് ഉള്ളുക്കുള്ളിന്റെ വോൾട്ടേജ് കൊടുത്ത് അവരതും കണ്ടു. അതിലിപ്പോ എന്താ ഔലിയാക്കളെ പടച്ചോനാക്കണ കേസ്? അള്ള പറഞ്ഞെന്താണ്? അള്ള പറയുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് പടച്ചറബിനാൻ അറിയാം, പടച്ചറബിനില്ലാതെ മറ്റാർക്കും അറിയില്ല. ഈസാ നബി പറയണ എന്താ? നിങ്ങളെ വയറിന്റെ ഉള്ളിലുള്ളത് എനിക്കറിയാം. അള്ളാനെ വെല്ലുവിളിക്കുക ഈസാ നബി, വഹാബികളെ ഭാഷയാണ്. ഈസാ നബി അലൈഹിസ്സലാം പറയുന്ന ഖുർആനിലാണ്, സമസ്തക്കാരെ ബുക്കിലല്ല. എന്താണ് ഈസാ അലൈഹിസ്സലാം പറയുന്നത്? ഇന്നി ഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. നിങ്ങളെ വീടിന്റെ ഉള്ളിലുള്ളത് നിങ്ങൾ സ്വകാര്യമായി സൂക്ഷിച്ചത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വല്ലാഹു അലീമും ബിദാത്തിസ് സുദൂർ. അല്ലാഹുവാണ് ഹൃദയങ്ങളിലുള്ളത് അറിയുന്നത്. അത് അള്ളാഹിന്റെ വിശേഷണമാണ്. അതാണ് അള്ളാഹുവിന്റെ വിശേഷണം. സ്വയം പര്യാപ്തമാണ്, സ്വയാധികാരമാണ്, സ്വതന്ത്രാധികാരമാണ്. വല്ലാഹു മുഅ്തിയന ഖാസിം ഖാല റസൂലുള്ളാഹി. അല്ലാഹു സൃഷ്ടാവായി സർവാധികാരിയായി നൽകുന്ന വിശേഷണങ്ങളാണ്. അടിമകൾ അള്ളാഹുവിന് വിധേയപ്പെട്ട് നടത്തുന്ന ഇടപാടുകളാണ്. എന്നാൽ ആ അള്ളാഹുവിന്റെ വിശേഷണം ഇവിടെ CM മടവൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യന് വകവെച്ചു കൊടുക്കണം. ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാന്റെ വിശേഷണം വകവെച്ചു കൊടുത്തു എന്ന് വഹാബികൾ പറയോ? വഹാബികളെ, റഹീം എന്നത് ആരെ വിശേഷണമാണ്? റഊഫ് എന്നത് ആരെ വിശേഷണമാണ്? അള്ളാഹുവിൻ്റെതല്ലേ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആനിൽ കൊടുത്തിട്ടില്ലേ? ഒരു ഉസ്താദ് പറയും, നിങ്ങൾ കേട്ടോളൂ. അതൊരു ഒന്നൊന്നര ഉസ്താദാ. അവിടെ മുട്ട അഞ്ചാന്റെ കൊല്ലിയോണ്ട് ഒടയുന്നല്ലാതെ ആ മുട്ട അവിടെ ഏൽക്കൂല. ഒരു ദിവസം എന്നോട് പറയുന്നു, അതാണ് ഉസ്താദിനോട് പറഞ്ഞതാ. പതേ പെറ്റ പെണ്ണ് വരുത്തല്ല എന്ന് പറഞ്ഞ കണ്ടുക്കണ സിസ്റ്റർമാര് പിന്നെ നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഇത്ര ഉറുപ്പിക, ഇത്ര അണ, ഇത്ര പൈസ കടമുണ്ട്. അണയാണെന്ന് ഇത്ര ഉറുപ്പിക, ഇത്ര അണ, ഇത്രയാന്ന് ഇപ്പൊ എനിക്ക് എന്റെ ഓർമ്മയില്ല. വലിയ സംഖ്യ ഒന്നുമില്ല. ഒരു 4000 പരം ഉറുപ്പിക, അത് വലിയ കടാണ്. അന്ന് നമുക്ക് വലിയ കടത്തല്ല. 4000 ഉറുപ്പികയും അതിന്റെ എന്തോ അണയും പൈസയും. വഹാബികളെ, കൊക്കിലൊതുങ്ങണത് കൊത്തിയ പോലെ AP അബ്ദുൽ ഖാദർ പോലെയൊക്കെ മുട്ടി തേഞ്ഞു പോയതാണ്. ഇനിയിപ്പോ നിങ്ങളാപ്പ ഇവിടെ കടണ്ട് കൂട്ടി നോക്ക്, അത് ഇന്ന ദിവസം കൊണ്ട് വീടി പോകും. സഹോദരന്മാര്, ഞാൻ പോയി ഇരുന്ന് വളരെയധികം ആലോചിച്ച് കണക്ക് കൂട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി പറഞ്ഞ കണക്ക് തന്നെ, ഒരു പൈ പോലും വ്യത്യാസമില്ല. അങ്ങനെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ എന്ന് പറയുന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ബഹുമാനപ്പെട്ട
CM വലിയ കേട്ടില്ല സഹോദരൻ? ആ ഇതിപ്പോ കേട്ടതല്ലാന്ന്, സുന്യാള് പതിറ്റാണ്ടുകളായി കേട്ടുപോരുന്നതാണ്. അത് ഞങ്ങൾ കാന്തപുരം ഉസ്താദിൽ നിന്ന് കേട്ടതല്ല. അള്ളാഹുവാണ് വഴി പറയുന്നവൻ എന്ന് പഠിപ്പിച്ച അതേ ഖുർആൻ ഈസാ അലൈഹിസ്സലാം വഴി പറയുന്നത് പഠിപ്പിച്ചിട്ടുണ്ട്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ വീടാകമെന്നോർ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ വീടാകമെന്നോവർ. ഇത് ഖുർആനിനെതിരല്ലേ? എന്നാ ഇതും എതിരല്ല. എന്താ കാരണം? അമ്പിയാക്കൾക്ക് കിട്ടുന്ന മഅ്സത്ത് ഔലിയാക്കൾക്ക് കറാമത്തായി കിട്ടും. എത്ര ലളിതാണ് സുന്നത്തിയ മഅ്സത്ത്. ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളാണ് CM മടവൂർ. അവിടെ ഇനി കണ്ണുരുത്തിങ്ങാണ്ട് വെറ്റിലപ്പെട്ടി കായ്പിയാക്കി ബേജാറാക്കി എങ്ങളണ്ടാകുന്നല്ലാതെ ഈമാനുള്ള മുസ്ലിമിയെ കയ്യിലൊരു ചുക്കും വരാല്ല. ഈ ഉമ്മത്ത് ഖുർആൻ പഠിച്ചവരാണ്. അള്ളാഹിനെ പറ്റി പറഞ്ഞെന്താ? വല്ലാഹു അലീമും ബിദാത്തിസ് സുദൂർ. അള്ളാഹിനെ പറ്റി പറഞ്ഞ എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൃദയങ്ങളിൽ ഉള്ളത് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. റഹ്മാനും റഹീമും റഊഫൊക്കെ അല്ലാഹ് മാത്രാണ് എന്നാ ഖുർആൻ പറഞ്ഞത്. മൗലവിക്ക് സംശയമുണ്ടോ? ആലോചിച്ച് നോക്കണം. നിങ്ങളൊന്ന് ആലോചിക്ക്. ആലോചന വണുമ്പിയാകാൻ പാടില്ലല്ലോ. ഈ മാന്തളുടെ കണ്ണോലെ ഖുർആൻ നോക്കാൻ പാടുണ്ടോ? അള്ളാഹുവിനെ പറ്റി പറയാണ് ഹൃദയങ്ങൾക്കുള്ളിലുള്ളത് അറിയുന്നവൻ പടച്ചോനാണ്. അള്ളാഹിനെ പറ്റി പറയാണ് റഹീം അള്ളയാണ്, റഊഫ് അള്ളയാണ്. ഇത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ്. അതേ ഖുർആനിലാണ് ഇതും പറഞ്ഞിരിക്കുന്നത്. ഒരു മുഅ്മിന് തർക്കിക്കാൻ പാടില്ലാത്ത കാര്യം അതാണ്. അതുകൊണ്ട് അതിൽ ഞങ്ങൾ തർക്കിക്കൂല. കാരണം അതെന്താന്നുള്ളത് ഞങ്ങൾക്കറിയാം, ഇതെന്താന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇവിടെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ. അതാണ്. അത് ഈസാ നബി പറഞ്ഞല്ലേ? പറഞ്ഞെങ്കിൽ നിന്നാ തന്നെ കാണും. ആരും പറഞ്ഞു തരണം വേണ്ട. പ്രശ്നം എന്താ? മൗലവിക്ക് ഭൂതക്കണ്ണാട വെച്ചാലും പുടുത്തം കിട്ടാത്ത കേസാതെ തലക്ക് ഔട്ടാണ്. അപ്പൊ തൗഹീദ് ഔട്ടാകണം. ഇതിനാണ് വഹാബികൾ ഈ യുക്തിവാദം കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ അതിൻ്റെതായ ആപേക്ഷികതയിൽ മനസ്സിലാക്കണം. അതിന് ആധികാരിക ഇമാമുമാരിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കണോ? സഹോദരന്മാരെ, റഹീം റഊഫ് എന്ന് ഖുർആൻ അല്ലാഹു തആലയുടെ വിശേഷണമായി പഠിപ്പിക്കുമ്പോൾ തന്നെയാണ് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇത് ഖുർആനിൽ വൈരുദ്ധ്യമുള്ളത് കൊണ്ടല്ല.